ഫോട്ടോ വൈഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ UVWXZ വൈയിൽ തുടങ്ങുന്ന വാക്കുകളില്ല. ഇത് ഈ ഫോട്ടോഗ്രാഫിക് ട്യൂട്ടോറിയലിൻ്റെ അവസാന എപ്പിസോഡാണ്. In you, we begin with a funny term, unbundling. ഇത് ഒരു ക്യാമറ പാക്കേജിലുള്ള ചില ആക്സസറികൾ ഡീലറോ സെല്ലറോ ഒക്കെ എടുത്തു മാറ്റിയിട്ട് അത് വെവ്വേറെ വിൽക്കുന്ന ആ ഒരു ചെറിയ കുസൃതിയാണ് അല്ലെങ്കിൽ കള്ളത്തരമാണ് അൺബണ്ടിലിംഗ്. സെക്കൻഡ് ടൈം ഇൻ US അണ്ടർ എക്സ്പോഷർ. ഇതൊരു പ്രധാന പ്രശ്നമാണ്. ഇമേജ് സെൻസറിൽ ആവശ്യത്തിനുള്ള വെളിച്ചം എത്താതെ വരുമ്പോൾ നമ്മളുടെ ഇമേജ് ഇരുണ്ടു പോകുന്ന ആ വൈകല്യമാണ്. പല കാര്യങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം. ഷട്ടർ സ്പീഡ് കൂടുതലായതുകൊണ്ടും അപ്പർച്ചർ ആവശ്യത്തിന് തുറക്കാത്തതുകൊണ്ടും ISO കുറവായതുകൊണ്ടുമൊക്കെ ഈ അണ്ടർ എക്സ്പോഷർ സംഭവിക്കും. വേർഡ് ഈസ് അൺഷാർപ്പ് മാസ്കിംഗ്. ഒരു ഇമേജിലുള്ള ഡാറ്റയിലെ വിവരങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്ന, ഉദാഹരണം ബ്രൈറ്റ്നസ്, ഷാർപ്നെസ്, കളർ, ഇതൊക്കെ മാറ്റുന്ന ആ പ്രോസസ്സിനാണ് അൺഷാർപ്പ് മാസ്കിംഗ് എന്ന് പറയും. അപ്ലോഡ് ഒരു കമ്പ്യൂട്ടർ ഡിവൈസിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീഡിയയിലേക്കോ ഒരു ഇമേജ് ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്ലോഡിങ്. നെക്സ്റ്റ് ടേം ഈസ് URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇത് ഒരു വെബ്സൈറ്റിൻ്റെ ഒരു അഡ്രസ്സാണ് URL. നെക്സ്റ്റ് ടേം ഈസ് USB. വളരെ പ്രചാരത്തിലുള്ള ഒരു ടേമാണിത്. യൂണിവേഴ്സൽ സീരിയൽ ബസ്. ക്യാമറകളിലും കമ്പ്യൂട്ടറുകളിലുമൊക്കെ ഉള്ള ഒരു അതിവേഗ ഡാറ്റ ട്രാൻസ്ഫറിങ് പോർട്ടാണ് USB. ഫൈനൽ വേർഡ് ഇൻ യു ഈസ് UXEA, UXA എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 1600x1200 റെസൊല്യൂഷനുള്ള ഇമേജുകളുടെ ആ ഫോർമാറ്റാണ് UXE. നെക്സ്റ്റ് ടേം ഈസ് VGA. 640x480 പിക്സൽ സൈസുള്ള ആ ഇമേജ് ഫോർമാറ്റാണ് VGA. അടുത്ത പദം വീഡിയോ കാർഡ്. ഡിജിറ്റൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിൻ്റെ സ്ലോട്ടിൽ കണക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ കാർഡാണ് വീഡിയോ കാർഡ്. നെക്സ്റ്റ് വേർഡ് ഈസ് വീഡിയോ ഔട്ട്. ടെലിവിഷൻ, കമ്പ്യൂട്ടർ മോണിറ്റർ എന്നിവയുമായി വീഡിയോ കാർഡ് കണക്ട് ചെയ്യുന്നതിനുള്ള ഔട്ട്പുട്ട് ജാക്കാണ് വീഡിയോ ഔട്ട്. വേർഡ് ഈസ് വ്യൂ ഫൈൻഡർ. നമ്മൾ ചിത്രം എടുക്കുന്നതിന് മുൻപ് ഒബ്ജക്റ്റിനെ നോക്കിക്കാണാനായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ക്യാമറകളിലുള്ള ആ മുകളിലുള്ള സ്ലോട്ടാണ് വ്യൂ ഫൈൻഡർ. അടുത്തത് വ്യൂ ഫൈൻഡർ ഇലക്ട്രോണിക്. ഇത് സാധാരണയുള്ള ഇമേജുകൾ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ചെറിയ LCD ഡിസ്പ്ലേകളിൽ നമുക്ക് ലഭ്യമാകുന്ന ആ ഒരു വ്യൂ ആണ് വ്യൂ ഫൈൻഡർ ഇലക്ട്രോണിക്. വ്യൂ ഫൈൻഡർ ഒപ്റ്റിക്കൽ. SLR ക്യാമറകളിൽ ദൃശ്യങ്ങൾ ചിത്രമെടുക്കുന്നതിന് മുൻപ് കാണാൻ ഉപയോഗിക്കുന്ന വ്യൂ ഫൈൻഡറാണ് ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ. ഒരു മിററിൻ്റെയും പ്രിസത്തിൻ്റെയും സഹായത്തോടു കൂടി യഥാർത്ഥ ലൈറ്റ് പാത്ത് നമുക്ക് കണ്ണിൽ ലഭ്യമാകും. ക്ലിക്ക് ചെയ്യുന്ന സമയം അത് നേരിട്ട് സെൻസറിലേക്ക് പോവുകയും ചെയ്യും. മിറർലെസ് ക്യാമറകളിൽ ഇപ്പോൾ ഡിജിറ്റൽ വ്യൂ ഫൈൻഡർ മാത്രമേ ഉള്ളൂ. ഇതോടുകൂടി വിയിൽ തുടങ്ങുന്ന വാക്കുകൾ അവസാനിക്കുന്നു. ഇനി W we begin with white balance. പ്രകാശത്തിൻ്റെ നിറമാണ് കളർ ടെമ്പറേച്ചർ. ആ നിറം എപ്പോഴും നമ്മൾ കാണുന്ന സ്വാഭാവിക നിറത്തിലേക്ക് വന്നാലേ നമുക്ക് ഇഷ്ടപ്പെടൂ. ഉദാഹരണത്തിന് ഒരു സോഡിയം വേപ്പർ ലാമ്പ് വെച്ചുള്ള ഒരാളുടെ ചിത്രമെടുത്താൽ ഓറഞ്ച് നിറത്തിൽ ആളുടെ മുഖമിരിക്കും. അത് എല്ലാ ദിവസവും നമ്മൾ കാണുന്ന ആൾക്കാരുടെ മുഖത്തിൻ്റെ നിറം സൂര്യപ്രകാശത്തിലുള്ളതാണ്. അപ്പോൾ ആ കളറിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന ആ പ്രോസസ്സാണ് വൈറ്റ് ബാലൻസ്. Wയിലെ രണ്ടാമത്തേതും അവസാനത്തേതുമായ പദം വൈഡ് ആംഗിൾ ലെൻസ്. നമ്മൾ ഷോർട്ട് ഫോക്കൽ ലെങ്ത് ലെൻസ് കണ്ടിരുന്നു. അത് തന്നെയാണ് വൈഡ് ആംഗിൾ ലെൻസ്. നമ്മളുടെ ആംഗിൾ ഓഫ് വ്യൂ വർദ്ധിപ്പിക്കാനായി 50 mm താഴെ ഫോക്കൽ ലെങ്ത് ഉള്ള 28 mm, 35 mm, 20 mm, 24 mm അങ്ങനെ പല ഫോക്കൽ ലെങ്തുകൾ കിട്ടും പല പല ലെൻസുകളിൽ. അതാണ് വൈഡ് ആംഗിൾ ലെൻസ്. എക്സിലെ ഒരേ ഒരു വാക്കൊരു ഫോമാറ്റാണ് XGA, എക്സ്റ്റെൻഡഡ് ഗ്രാഫിക് അറേ. 1024x868 പിക്ചർ റെസൊല്യൂഷനുള്ള ആ ഫോർമാറ്റാണ് XGA.
എക്സ് കഴിയുന്നു, വൈയിൽ നമുക്ക് ടേമില്ല. ഇനി സെഡ്. സെഡിൽ ആദ്യത്തെ വാക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ടേം ZLR, സൂം ലെൻസ് റിഫ്ലക്സ്. സാധാരണ ലെൻസുകൾ ഊരി മാറ്റാവുന്ന ഫോർമാറ്റുകളാണ് പ്രൊഫഷണൽ ധാരാളമായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഇങ്ങനെ അല്ലാത്തൊരു ശ്രേണിയുണ്ട്. ആ ക്യാമറയിൽ ഒരു ബിൽറ്റിനായ സൂം ലെൻസ് ഉണ്ടാകും. ഒരു ഫിക്സഡ് ദൂരത്തിൽ മാറി മാറി ഫോക്കസ് ചെയ്യാൻ കഴിവുള്ള വൈഡ് ആംഗിൾ, ടെലി ഒക്കെയുള്ള സൂം ലെൻസുകൾ ഉണ്ടാകും. ഈ തരത്തിലുള്ള ക്യാമറകളെയാണ് ZLR എന്ന് പറയുന്നത്. നമ്മളുടെ സെഡിലെയും ഈ ട്യൂട്ടോറിയലിലെയും അവസാനത്തെ പദം നല്ലൊരു ടേമാണ് സൂം ലെൻസ്. ടെലി ലെൻസും സൂം ലെൻസും തമ്മിൽ പൊതുവെ നമുക്ക് തെറ്റിപ്പോകും. സൂം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫോക്കൽ ലെങ്ത് വർക്ക് ചെയ്യുന്ന എല്ലാം സൂമാണ്. ടെലിസ്കോപ്പിക് സൂം വ്യത്യാസമാണ്. കാരണം 50 mm കൂടുതൽ ഫോക്കൽ ലെങ്ത് പോകുന്നതാണ് ടെലിസ്കോപ്പിക് സൂം. സൂം ലെൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫോക്കൽ ലെങ്ത് ഉപയോഗിക്കാവുന്ന ലെൻസുകൾ. ഇതോടുകൂടി ഈ ട്യൂട്ടോറിയൽ അവസാനിക്കുന്നു. ഇതുവരെ നമ്മളെ ദർശിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. ഇനിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യാൻ അത് പ്രചോദനമാകും. എല്ലാവർക്കും ഗുഡ് ബൈ.